ഹായ് ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ വേറെ ദിവസത്തെ പീഡിയാട്രിക് പോസ്റ്റിംഗ് ഡേ കാണും. ഞങ്ങൾ രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ കേട്ടോ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുക. ഒരു 30 മിനിറ്റ് ട്രാവൽ ചെയ്താൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിലെത്തും കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി വായും പൊളിച്ച് മേലോട്ട് നോക്കിയിരിക്കുന്ന ചിത്രമാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടെ നിൽക്കുമ്പോഴാണ് ഈ ക്ലീൻ ചെയ്യുന്ന ചേട്ടൻ ഞങ്ങളടുത്ത് വന്ന് സംസാരിച്ചത്. തമിഴിലാണ് കേട്ടോ സംസാരിച്ചത്. ഭയങ്കര നന്നായിട്ടൊന്നും അറിയില്ലെങ്കിലും ഞങ്ങളും തമിഴൊക്കെ പറഞ്ഞങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു ഗൈസ്. അങ്ങനെ പുള്ളിക്കാരനൊരു ഭാഗ്യം തന്ന് പുള്ളിക്കാരൻ്റെ പാട്ടിന് പോയി. നമ്മൾ പിന്നെ കുറച്ച് നേരം കൂടെ അവിടെ ചൊറിയും കൂടി കുത്തുന്നു. ഡ്യൂട്ടി ടൈം അപ്പോൾ ഞങ്ങൾ വാർഡിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഇതായിരുന്നു ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പീഡിയാട്രിക്സ്. അതിൻ്റെ മുന്നിൽ കൂടെ നടക്കുമ്പോൾ കുറച്ച് പട്ടിസാറയൊക്കെ കണ്ടു, അതിനൊക്കെ നോക്കി. പിന്നെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിന് മുന്നിലുള്ള മരമാണ് ഗൈസ് ഇത് എന്തിനാ വരാമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ചൈത്ര പറഞ്ഞു തന്നായിരുന്നു, പക്ഷേ എൻ്റെ അടുത്ത് മറന്നുപോയി. അങ്ങനെ അതിൻ്റെ മുന്നിൽ വന്നപ്പോൾ കുട്ടികളുടെ മാല വള ഒക്കെ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കുമല്ലോ. പിന്നെ ഞങ്ങൾ നേരെ വാർഡിലേക്ക് പോയി. ഞങ്ങൾക്കിന്ന് വാർഡായിരുന്നു ഡ്യൂട്ടി. എനിക്ക് എയും കുഞ്ചുവിന് ബി ആയിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു, ഡ്യൂട്ടിയൊക്കെ ചെയ്തു. പിന്നെ എനിക്ക് ചെറിയൊരു അലർജീൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ കൺസൾട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ പോസ്റ്റിങ്ങുള്ള സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ സ്റ്റുഡൻസ് കൺസൾട്ടൻ്റ് ഏരിയ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്യൂവിൽ നിൽക്കേണ്ട ആവശ്യമില്ല. കാണിക്കാനും മരുന്ന് വാങ്ങാനൊന്നും ക്യൂവിൽ നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്കല്ലാണ്ട് തന്നെ കിട്ടും. കാണിച്ചൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഈ ആട്ടുംകുട്ടീനൊക്കെ കണ്ടു. പിന്നെ വിശന്നപ്പോൾ വിചാരിച്ചു എന്തെങ്കിലും പോയി കഴിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു കടയിൽ പോയി. അവിടുന്ന് മറ്റേ കട്ട് ഫ്രൂട്ട്സ് കഴിച്ചു. 10 വാങ്ങിയത്. 20 രൂപയുണ്ടായിരുന്നുള്ളൂ, പക്ഷെ നല്ല വർത്തായിരുന്നു ഗൈസ്. നല്ല കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ തിരിച്ചു വന്നു. ഉച്ചയ്ക്ക് കോളേജിൽ ഫുഡ് കഴിച്ച് കോളേജിലേക്കൊക്കെ പോയി. അങ്ങനെ ഒന്ന് ഫാർമസി കോളേജ് വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. നമ്മുടെ സീനിയറിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ, അതൊക്കെ വാങ്ങി. പിന്നെ അവിടുത്തെ കുട്ടികൾ വോളിബോളൊക്കെ കളിക്കുന്നതൊക്കെ നോക്കിയിരുന്നു. തിരിച്ച് ക്ലാസ്സിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.